ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്നൊരു ഫിഷ് കറി ഉണ്ടാക്കാവേ. മാങ്ങയിട്ട് ഫിഷ് കറിയാണ് ഇന്ന്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു മാങ്ങ, പുളിയുള്ള മാങ്ങയാണ്, പിന്നെ ഒരു നല്ല പീസ് ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉലുവപ്പൊടി. ഇത് ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുക്കുവേ. എന്നിട്ട് എണ്ണയിലിട്ട് വഴറ്റും. അത് തേങ്ങയുടെ കൂടെ ഞാനത് ചേർക്കത്തില്ല, കാരണം ഇതിൻ്റെ ഒരു പച്ചമണം ശരിക്കും മാറണം. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞാനിങ്ങനെ കുതിരാൻ വെച്ചേക്കുവേ. പിന്നെ അരയ്ക്കാനായിട്ട് നമ്മുടെ ആവശ്യത്തിന് ഗ്രേവി എന്തേരം വേണമെന്ന് വെച്ചാൽ അതിനാവശ്യത്തിനുള്ള തേങ്ങ. ഇതൊരു ചെറിയൊരു മുറി തേങ്ങയാണ്. അതിനകത്തൊരു 3-4 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് ഞാനിത് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫിഷ് നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊരു 1 മിനിറ്റ് ഒന്ന് വഴറ്റണേ. ഞാൻ നേരത്തെ ഒരു കോഴിക്കോട് സ്റ്റൈൽ ഒരു ഫിഷ് കറി കാണിച്ചായിരുന്നു. എണ്ണയൊട്ടും ചേർക്കാത്ത ഒരു ഫിഷ് കറി എന്നും പറഞ്ഞത് ഇട്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് ഇത് നമ്മൾ വഴറ്റുകയൊന്നുമില്ല. ഇത് ഓരോ ഫിഷ് കറിക്ക് ഓരോ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ആ ടേസ്റ്റ് മാറി മാറി വരും. ഇതിപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ചേക്കുന്ന മുളക് പൊടി ഇത് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറണം. ഇത് വഴറ്റി തുടങ്ങുമ്പോൾ എപ്പോഴും ഗ്യാസ് ഒന്ന് സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വഴറ്റാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് പോലെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണേ. ഈ തേങ്ങയും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ആവശ്യത്തിന് വെള്ളം, അവരവരുടെ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഒരുപാട് തേങ്ങ അരച്ച കറി ഒരുപാട് അങ്ങ് കുറുകിയും പോകരുത്. കാര്യം മാങ്ങ ഇടുന്ന കാരണമേ കുറച്ച് ചാറൊന്ന് കുറുകി വരും. നമ്മൾ മുളകരച്ച കറിയൊക്കെ ആകുമ്പോൾ കുറച്ച് പറ്റിച്ചൊക്കെ വെക്കും അല്ലേ, മോര് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അധികം വെള്ളമില്ലാതെ. പക്ഷേ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെക്കുന്ന കറി സ്വല്പം ഗ്രേവി വേണേ. ഇനി നമ്മൾ തീ കൂട്ടി വെക്കണം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ അതും കൂടി ഈ കൂട്ടത്തിലങ്ങ് ഇട്ടേക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് മീനിടാൻ. ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയേക്കണേ. ഇനി തിളയ്ക്കുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. അതിനു മുമ്പ് ഉപ്പൊന്ന് നോക്കിക്കോണേ. മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ടോ എന്ന്. ഒരു 10-12 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻകറി റെഡിയാവും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാവേ. നമ്മളിവിടെ മീൻകറി വെച്ചിട്ട് 10 മിനിറ്റായേ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് വന്നങ്ങ് തുറന്ന് നോക്കാതെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുകയും, പിന്നെ മീൻ ഇട്ട് കഴിഞ്ഞാൽ കറി ഇളക്കരുതെന്നാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ നടുക്കൂടെ ചെറുതായിട്ട് ചെറിയൊരു, ഭയങ്കര പ്രസ് ചെയ്ത് ഇറക്കരുത്, ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു പീസ് ഇങ്ങനെ മാറ്റിയിട്ട് നടുക്കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. അത് അന്നേരം കഷ്ണമൊന്നും ഉടഞ്ഞൊന്നും പോകത്തില്ല. വേറെ അങ്ങ് ഇട്ട് ഇളക്കരുത്. ഇപ്പം ഇതൊക്കെ ഈ സെൻറ്ററിൽ
ചെറുതായിട്ട് ഇങ്ങനെ. അപ്പോൾ ആ പീസൊക്കെ മാറിപ്പോവും നമ്മുടെ അതുപോലെ വേണം ഇളക്കാൻ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റിച്ചിങ്ങനെ കൊടുത്താലും മതി. ഒരു തുണി 2 സൈഡിലും പിടിച്ചിങ്ങനെ ചുറ്റിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇപ്പം അറിയാൻ വയ്യാത്ത കുട്ടികളാണെങ്കിൽ അങ്ങനെ വല്ലാതിട്ട് കുത്തി ഇളക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി നമുക്കൊരു 2 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കണം. അന്നേരത്തേന് ഈ മീൻകറിയുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റ് മീൻകറിയാവും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടന്നോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. നമ്മൾ മീൻകറി അടച്ചു വെച്ചിട്ട് 2 മിനിറ്റായി. ഇനി ഒന്ന് തുറന്ന് നോക്കാം. സിമ്മിൽ വെച്ചിട്ട് കേട്ടോ, അടച്ചു വെക്കുക എന്ന് പറഞ്ഞു. ഇപ്പം എന്താണ്ട് ഈ സൈഡിലൊക്കെ നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ. നമ്മൾ സിമ്മിൽ വെച്ച് ഇങ്ങനെ അടച്ചു വെക്കുമ്പോഴാണ് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത്. നിങ്ങൾക്ക് കാണാമായിരിക്കും ഈ സൈഡൊക്കെ നോക്കി നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറിയായി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതങ്ങോട്ട് കഴിച്ചാൽ എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതാണ്. ഞാനിത് വേറൊരു ഡിഷിലോട്ട് മാറ്റുന്നില്ല, കാരണം മീൻ കറി എപ്പോഴും ചട്ടിക്കകത്ത് തന്നെ വെച്ചേക്കണേ. ചട്ടിയിലിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരം ഒരു ഡിഷിലോട്ട് മാറ്റേണ്ട കാര്യമേ ഉള്ളൂ. അല്ലാതെങ്കിൽ ഞാൻ ഈ ചട്ടിയിൽ തന്നെ വെച്ചേക്കും. അപ്പം ഞാൻ താഴോട്ട് ഇറക്കി വെച്ച് കാണിക്കാവേ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാണുമ്പോൾ തന്നെ കണ്ടോ നല്ല ഭംഗിയില്ലേ. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും കൂടി ഇതങ്ങ് സെറ്റാവും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. താങ്ക് യു.